ചെയ്തതിന് ദിലീപാണ് ചെയ്യിച്ചെന്നുള്ളത് മുലപ്പാല് കുടിച്ച എല്ലാവർക്കും അറിയാം സാറേ. ദിലീപ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടാണ് ഈ ക്യാപിറ്റൽ മുഴുവൻ ഉണ്ടാക്കിയത്. ഇതേ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് അയാൾ ഈ കൊട്ടേഷൻ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. വ്യൂവേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക, ആളുടെ PR-ന്റെ ഭാഗമാവാതിരിക്കുക, ഇതെല്ലാം കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. ദിലീപ് ഭാഗമായി സിനിമ കാണില്ല. കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ് ദിലീപ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ചുള്ള സൈബർ പ്രചാരണത്തിൽ കർശന നടപടിയുമായി പോലീസ്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയുള്ള വീഡിയോയിൽ നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈനലി ബബ്ബബ്ബ മൂവി അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ തന്നെ മിക്സഡ് ഒപ്പീനിയൻ ആണ് കാണുന്നത്. ഒരു കൂട്ടം ആൾക്കാർ അടിപൊളി സിനിമയാണ്, ഗ്രാൻഡ് ആണ്, ദിലീപിന്റെ മാസ് എൻട്രി ആണ്, ദിലീപേട്ടൻ പൊളിച്ചു, ദിലീപേട്ടൻ തകർത്തു, ദിലീപേട്ടൻ മുത്ത്, ദിലീപേട്ടൻ കൽബ് കരള് എന്ന് പറയുന്ന അല്ലെ ദിലീപേട്ടൻ എന്താന്നുള്ളത് കാണിച്ചു കൊടുത്തു. കേസ് വന്നിട്ട് ദിലീപേട്ടൻ എല്ലാവരും കൂടെ അടച്ച് ആക്ഷേപിച്ച് താഴെ ഇട്ടെങ്കിലും ദിലീപേട്ടൻ്റെ ഓൺ മാസ് പവർ കണ്ടു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും, എന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു കഥയും ഇല്ലാത്ത ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു പടം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. എന്തായാലും ഞാൻ ആ മൂവി കണ്ടിട്ടില്ല. കാരണം ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. സെക്കൻഡ് തിങ് ഇറ്റ്സ് എ വർക്കിംഗ് ഡേ. അതുകൊണ്ട് തന്നെ ഈ വർക്കിൻ്റെ ഇടയിൽ പോയി കാണാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ഇനി എപ്പോൾ കാണും എപ്പോൾ കാണില്ല എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ മൂവിയുടെ റിവ്യൂലോട്ട് വന്നതല്ല. ഈ മൂവിയുടെ റിവ്യൂസൊക്കെ ഞാനിങ്ങനെ കണ്ടിരുന്ന് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് യൂട്യൂബ് ഷോർട്സൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് റാൻഡംലി കുറച്ച് ആൾക്കാർ മൂവിയിലോട് റെസ്പോണ്ട് ചെയ്ത കുറച്ച് സാധനങ്ങൾ കണ്ടു. ഇത് കണ്ട സമയത്ത് എൻ്റെ മൈൻഡിൽ കൂടെ പോവാത്ത ഒരു ആംഗിളിൽ പലരും സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി. അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനും അതിൻ്റെ കൂടെ ഇപ്പോൾ കുറേ ആൾക്കാർ അതിജീവിതയ്ക്ക് എഗെയിൻസ്റ്റ് നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിങ് നടത്തുന്നുണ്ട്. ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അഖിൽ മാരാറൊക്കെ, കാരണം അഖിൽ മാരാറൊക്കെ പറഞ്ഞത് ആ വണ്ടീൻ്റെ ഉള്ളിൽ നടന്നതിൻ്റെ ഡെമോ കാണണം എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അപ്പം ഇങ്ങനെ ഈ സൈബർ ബുള്ളിങ് നടത്തുന്നതിന് എഗെയിൻസ്റ്റൊക്കെ പോലീസ് ഏകദേശം ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ 2-3 ന്യൂസുകൾ ഡിസ്കസ് ചെയ്യാനാണ്. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ നമുക്ക് ആദ്യം ബബ്ബബ്ബ റിവ്യൂലോട്ട് പോവാം. ദിലീപ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടാണ് ഈ ക്യാപിറ്റൽ മുഴുവൻ ഉണ്ടാക്കിയത്. ഇതേ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് അയാൾ ഈ കൊട്ടേഷൻ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ഒരിക്കലും പറയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഒരിക്കലും പോവാത്ത ഒരു ആംഗിളിലാണ് ഈ പർട്ടിക്കുലർ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. കാരണം ദിലീപ് സിനിമയിൽ അഭിനയിച്ച് ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന വ്യൂ അനുസരിച്ചിട്ടാണ് ദിലീപിന് ഇൻകം കിട്ടുന്നത്. ആ ഇൻകം ഉപയോഗിച്ചിട്ടാണ് ദിലീപ് ഇമാതിരി തരത്തിലുള്ള പരിപാടികൾ ഈ സമൂഹത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിന് ഇൻകം കിട്ടാൻ അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ പെൺകുട്ടി ഇവിടെ വന്നിട്ട് പറയുന്നത്. നമുക്ക് ആ പെൺകുട്ടിയുടെ ഒപ്പീനിയൻ എഗെയിൻസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആൾക്കും ആളതായ രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമയെ സിനിമയായി കാണുക. ആൻഡ് ദിലീപ് മാത്രം അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ദിലീപ് മാത്രം പൈസ മുടക്കുന്ന, അല്ലെങ്കിൽ ദിലീപ് മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു പടമല്ല അത്. അതിലുപരി എത്രയോ ആൾക്കാർ ഇതിൻ്റെ പിന്നാമ്പുറം വർക്ക് ചെയ്യുന്നുണ്ട്. അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സിനിമയിലോട്ട് പോവണം, അല്ലെ സിനിമ കാണേണ്ടവർക്ക് കാണണം എന്നൊരു അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയല്ല ചെയ്തത് എന്നിപ്പോൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇനി പോകെ ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം വരിക, അല്ലെ ഫൈനലി ആളുടെ പേര് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ഈ പെൺകുട്ടിയൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചോദ്യം വളരെ ശരിയാണ്. കാരണം ഇങ്ങനത്തെ ഓരോ ക്രൂരകൃത്യങ്ങൾ ഒരാളുടെ അടുത്ത് ചെയ്യാൻ വേണ്ടി, അങ്ങനെ കാണിക്കാൻ വേണ്ടി അതിനുള്ള ഒരു അവസരം ഒരുക്കുന്ന ഒരു വ്യക്തികളായി നമ്മളെല്ലാവരും മാറില്ലേ എന്നാണ് ആളുടെ ഒരു ചോദ്യം. സോ നിങ്ങളും പറയൂ, എന്താ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന്. ബാക്കി കേൾക്കാം. വ്യൂവേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക, ആളുടെ PR-ന്റെ ഭാഗമാവാതിരിക്കുക, ഇതെല്ലാം കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആളുടെ ഒരു വീഡിയോ കാണുമ്പോൾ കണ്ണ് വെത്തിരിക്കുക എന്നുള്ളതല്ല, അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. ആളെ ഇനിയും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുക, ആള് ഇനിയും നോർമൽ ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഈ പെൺകുട്ടി പറയാനുള്ളതിന്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, അതിജീവിത എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. അവൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുകൊണ്ട് കരഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സമയം അതിജീവിത തന്നെ ഇങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ അതിജീവിത തന്നെ ഈ ചെയ്തത് ഈ പെർട്ടിക്കുലർ വ്യക്തിയാണെന്നാണ് പറയുന്നത്.
പക്ഷെ അതിന് തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വ്യക്തിനെ പുറത്തു വിടുകയും ചെയ്തു. പക്ഷെ അതിജീവിത എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് വേണ്ട നീതി കിട്ടിയിട്ടില്ല. അപ്പം ആള് കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുമ്പം ഓപ്പോസിറ്റ് സൈഡിൽ അതിജീവിത പറഞ്ഞ വ്യക്തി സന്തോഷിച്ച് പൈസ ഉണ്ടാക്കി അടിപൊളിയായി ലാവിഷായി നടന്ന് എൻജോയ് ചെയ്യുമ്പം അതൊരിക്കലും കാണികൾ എന്ന നിലയിൽ അല്ലെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ശരിയാണ്. ആരോപിതനാവുന്നതിന് മുമ്പേ എനിക്ക് പ്രോബ്ലം ആയിട്ടാണ് തോന്നാറ് ദിലീപിന്റെ പല പടത്തിലെ പല കാര്യങ്ങളും. ആരോപിതനായ പിന്നെ തീരെ കാണല് ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ഇത് വിധി വന്നതിന് മുമ്പാണെങ്കിലും അറിയാണ്ട് പോലും കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ഈ മെമ്മറി ഇല്ലാതെ കാണൽ ഭയങ്കര പാടാണ്. എത്ര പേർക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആക്ടർ ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നും ഇന്നും പറയാൻ പറ്റില്ല, അന്നും പറഞ്ഞിരുന്ന ഒരു പേര് ദിലീപിൻ്റെ ആയിരുന്നു. കാരണം ബാക്കി ഏത് ആക്ടർമാർ ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ, ചോക്ലേറ്റ് ഹീറോ, ജയസൂര്യ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അന്നത്തെ ടൈമിൽ ഏറ്റവും കൂടുതൽ പടം അത് സീരിയസ് ആണെങ്കിൽ സീരിയസ്, റൊമാൻസ് ആണെങ്കിൽ റൊമാൻസ്, കോമഡി ആണെങ്കിൽ കോമഡി, അല്ലെ ഇനി അത് ഏത് ഇമോഷനിലുള്ള കഥാപാത്രങ്ങളാണെങ്കിലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അഭിനയിച്ച് ജനങ്ങളുടെ ഫുൾ പ്രീതി നേടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ദിലീപ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞതിൻ്റെ ഭാഗമായി നമ്മൾ എത്രയൊക്കെ ദിലീപ് എന്ന് പറയുന്ന ആക്ടറെ മര്യാദയ്ക്ക് പോസിറ്റീവായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചാലും അല്ലെ മര്യാദയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ആംഗിളിൽ കൂടെ നോക്കിയാലും നമുക്ക് അത് അറിയുന്ന ഒരാൾക്കും ആ ആംഗിളിൽ കൂടെ കാണാൻ സാധിക്കില്ല. ഇതൊരു സാധാരണ ഒരു കോമണർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അഭിപ്രായമാണ്. കാരണം ഈ 1000 പേജുള്ള ഈ വിചാരണ പത്രം മുഴുവൻ വായിച്ചിട്ടുള്ള ആൾക്കാർക്കൊന്നും മേ ബി ഈ അഭിപ്രായമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ വന്ന് സാധാരണ ജനങ്ങളുടെ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഒരു അമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, അതൊന്ന് നോക്കി നോക്കാം. അതിന് ദിലീപാണ് ചെയ്യിച്ചെന്നുള്ളത് മുലപ്പാൽ കുടിച്ച എല്ലാവർക്കും അറിയാം സാറേ. ചേച്ചി നാളെ സിനിമ ഇറങ്ങുള്ളൂ അപ്പ അപ്പം അത് ദിലീപേട്ടന്റെ സിനിമയാണ്, ലാലേട്ടന്റെ സിനിമയാണ്. അപ്പം ചേച്ചിയുടെ നിലപാട് എന്താണ്? സിനിമ കാണുമോ ഇല്ലയോ? കാണത്തില്ല. അത് ഞങ്ങളുടെ ഒരു മനസ്സിന്റെ പ്രയാസം കാണാതെ ഞങ്ങൾ അത് പ്രതിഷേധിക്കുവാണ്. കാരണം നിരപരാധിയായ ഒരു പെണ്ണിനെ ഈ 7 പേര് കൂടെ പിച്ചി ചീന്തുമ്പോൾ ആ പിച്ചി ചീന്തുന്നവർക്ക് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. അവർക്ക് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ ആ ദൗത്യം ചെയ്തു. ആ ദൗത്യം ചെയ്തതിന് ദിലീപാണ് ചെയ്യിച്ചെന്നുള്ളത് മുലപ്പാൽ കുടിച്ച എല്ലാവർക്കും അറിയാം സാറേ. ഇതൊരു സാധാരണക്കാരിയായിട്ടുള്ള അമ്മയുടെ ഒരു റെസ്പോൺസ് ആണ്. അപ്പൊ അവരുടെ വർത്തമാനത്തിൽ നിന്നും അവരുടെ വാക്കുകളിൽ നിന്നാണൊക്കെ നമ്മൾ ഈ ഒരു തരത്തിലുള്ള റെസ്പോൺസ് മാത്രമേ കിട്ടൂ. ബബ്ബബ്ബ സിനിമ കാണുന്നതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് അമ്മ പറയാണ്, ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടീനെ ഒരു 6 പേര് ചേർന്ന് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തപ്പം അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പടം എന്നെ കൊണ്ട് ഒരിക്കലും കാണാൻ സാധിക്കില്ല. എനിക്ക് അയാൾക്ക് എഗെയിൻസ്റ്റ് നിൽക്കാനോ കോടതിക്ക് എഗെയിൻസ്റ്റ് പറയാനോ അയാളെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പറയാനോ എന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ വേ ഓഫ് പ്രതിഷേധം എന്ന് പറയുന്നത് മൂവി നിന്നിട്ടാണ് എന്നുള്ള രീതിയിലാണ് ഈ അമ്മ പറയുന്നത്. കാരണം കുറേ ആൾക്കാർ ഈ കേസിനോടുള്ള പ്രതിഷേധം സിനിമയിൽ തീർക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാർ ഈ സിനിമ കാണില്ല, ആളുടെ സിനിമ ഇടരുത്, എനിക്ക് സിനിമ കാണരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബബ്ബബ്ബ മൂവിന് എത്രത്തോളം ഇത് എഫക്റ്റ് ചെയ്തു എന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ കളക്ഷനും കാര്യങ്ങളും വരുമ്പോൾ നമുക്കറിയാം. എന്തായാലും ഇങ്ങനെ പ്രതിഷേധ ഭാഗമായി കാണില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അതും കഴിഞ്ഞ് ആ ഒരു പെണ്ണിന് അത്രയും ക്രൂരമായിട്ട് പിച്ചി ചീന്തിയിട്ട് അതിന്റെ മാനത്തിന് 5 ലക്ഷം രൂപ വില പറഞ്ഞ ഈ ജഡ്ജി അനുഭവിക്കും ഇഞ്ചിഞ്ചായിട്ട്. ഇന്നല്ലെങ്കിൽ ആ ജഡ്ജി എന്ന് പറഞ്ഞ നാളെ ഇതിന് പ്രതിവിധിയായിട്ട് അവര് അനുഭവിച്ചിരിക്കും. പക്ഷേ സത്യ ഒരു പെണ്ണിന്റെ മാനത്തിന് പറഞ്ഞ പൈസയാണ് 5 ലക്ഷം രൂപ. എങ്ങനെ പറയാൻ തോന്നിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജഡ്ജി, ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ആൾ വന്നിട്ട് പറയുകയാണ്, ഞാനാണ് ആ ചാമ്പറിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ശിക്ഷ കൊടുക്കില്ലായിരുന്നു. കാരണം ഈ ഒരു ശിക്ഷയിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കുറവ് ശിക്ഷയാണ് ഈ ജഡ്ജി കൊടുത്തിട്ടില്ലെന്ന്. ഇവൻ എല്ലാവരും പറയുന്നത് ദിലീപിന്റെ ഭാഗത്ത് തെറ്റില്ല, ദിലീപിന് അഗെയിൻസ്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല, അല്ലെ ദിലീപിന് വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. സമ്മതിച്ചു, ഓക്കെ. എന്തുകൊണ്ട് ഈ 6 ആൾക്ക് ഈ രീതിയിലുള്ള ശിക്ഷ കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾ റിയാക്ട് ചെയ്തില്ല? ഈ 6 ആൾക്ക് ഇങ്ങനൊരു ശിക്ഷ കൊടുക്കാൻ മാത്രം എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ഇമോഷനാണ് അല്ലെ എന്ത് തരത്തിലുള്ള ഒരു സാധനമാണ് ഈ പെർട്ടിക്കുലർ ആൾക്ക് കിട്ടിയിട്ടുള്ളത്? ഇതൊക്കെ നമ്മൾ ഈ കേസിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും കുറവ് ശിക്ഷയാണ് കൊടുത്തത് എന്നാണ് പറഞ്ഞത്. ഇത്രയും കൊല്ലം കാത്തു നിന്ന ഒരു വിധിക്ക് ഇങ്ങനത്തെ ഒരു 100 ആൾ പ്രാക്കിയിട്ടുണ്ട്.
ദിലീപ് ചെയ്ത ഈ തെറ്റ് ദൈവത്തിന് നിരക്കാത്തതാണെങ്കിൽ അവനെ ഈ സമൂഹത്തിൽ ഇനി അവന്റെ പടവോ അവനോ പൊങ്ങി വരാൻ പാടില്ല. അവൻ ഫ്രോഡാണ്, അവൻ ക്രിമിനലാണ്, അവൻ പെണ്ണുപിടിയനാണ്, അവൻ ആവാസനാണ്. ഇതിലെല്ലാം അവനെല്ലാം അവനൊരു മാർഗദർശിയാണ്. അവന് കുറച്ച് പണം ഉണ്ടെങ്കിൽ ഗുണ്ടകളുണ്ട്. അവന് കുറച്ച് ഗുണ്ടകളുള്ളത് കൊണ്ടാണ് കാണുന്ന പെണ്ണുങ്ങളെല്ലാം അവന് പീഡിപ്പിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു മഞ്ജു വാര്യരെ കളഞ്ഞേച്ചും ഈ കൊച്ചു പെണ്ണിനെ നോക്കിപ്പോയ ഈ വൃത്തികെട്ടവൻ, ഇതിനേക്കാൾ വേറെ വാക്ക് എന്തുവാ പറയേണ്ടത്? അവന്റെ പടം പൊങ്ങി വന്ന് അവനിപ്പോ ആ കേസ് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ഒരു ഭയങ്കര ഗമയിൽ പോയല്ലോ. നാളെ ഇവന്റെ മകള് വളർന്നു വരുന്നല്ലോ. ഈ മകളെ നാളെ ഈ 7 പേര് കൂടെ പിച്ചിക്കീറിയാൽ ഇവനുണ്ടാകുന്ന മാനസിക വ്യത മനസ്സിലാക്കണമെങ്കിൽ പെമ്മക്കളെ പ്രസവിച്ച അമ്മമാർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അവന്റെ സിനിമ കാണുന്നതിന് പകരം ആ തിയേറ്റർ തല്ലിപ്പൊട്ടിക്കാനാണ് എന്റെ ആഗ്രഹം. ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു ജനത്തിന്റെ പ്രതിഷേധ റെസ്പോൺസുകളാണ്. കുറേ സിറ്റുവേഷനിൽ ആൾ യൂസ് ചെയ്ത വാക്കുകളൊക്കെ വളരെയധികം വേഴ്സായി പോയിട്ടുണ്ട്. കാരണം എത്രയൊക്കെ ആണെങ്കിലും ചില ആളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവിടെ ആളെ പറയാം എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. ഒരിക്കലും ഈ കേസുമായി ബന്ധമില്ലാത്ത ആളുമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിനെ ഇത് പറയുന്നത് ശരിയാണോ? ഇപ്പം ഞാൻ ഈ അതിജീവിതയുടെ കേസ് സംസാരിച്ചപ്പോഴും ഞാൻ എന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എങ്ങനെ തരണം ചെയ്യും, എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എനിക്കെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഓരോരുത്തരുടെ വേ ഓഫ് സ്റ്റൈലാണ്, വേ ഓഫ് ഇമോഷനാണ്. അതവിടെ കിടക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു നായിക വന്ന് ലാലേട്ടനെ കടന്ന് പറയുന്നത് കേട്ടോ. നായികയൊന്നും അല്ല കേട്ടോ, എനിക്ക് ഇവരുടെ പേര് എനിക്കറിയില്ല, ഞാനിവിടെ കൊടുക്കാം. ദിലീപ് ഭാഗമായി സിനിമ കാണില്ല. കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് അതിജീവിതയെ അത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. ഇതിന് കൂടെ തന്നെ ട്രോളായിട്ട് അപ്പുറത്തൊരു പോസ്റ്റ് ഉണ്ട്. പോസ്റ്റ് എന്താന്ന് വെച്ചാൽ വേടന്റെ കൂടെ നിൽക്കുന്നതാ. ഇപ്പൊ ഈ റീസെന്റ് കാലത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കേസ് വന്നിട്ടുള്ള ഒരു ആളാരാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് വേടനാണ്. ലിസ്റ്റ് ഓഫ് ഗേൾസ് ആണ് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അതിന് പല തീരുമാനങ്ങളും ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു അലിഗേഷൻ വന്ന സമയത്ത് ഇതിന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതാ പറഞ്ഞു, നമുക്ക് വേണ്ടപ്പെട്ടവർ ചെയ്താൽ കുഴപ്പമില്ല, അല്ലാത്തവർ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രതിഷേധം ഇറക്കണം, അത് പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതേ സ്റ്റാൻഡ് വേടൻ്റെ അടുത്ത് ഇറക്കണമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള മിക്സഡ് റെസ്പോൺസുകളൊക്കെ ഓരോ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. കാരണം അതിജീവിതക്കെതിരെയായിട്ട് ഒരുപാട് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഇവൻ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് എന്നെ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. എന്നിട്ട് ആ പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആൾക്കാർ ഇങ്ങനെയാണെങ്കിൽ അതിജീവിതയുടെ ഇൻബോക്സിലൊക്കെ പോയിട്ട് എന്തൊക്കെ പറയുന്നുള്ളത് നമുക്ക് ഊഹിച്ചറിയാം. ഇവൻ പൾസർ സുനീനെ ഇപ്പോൾ ഡോണായി കണ്ടുകൊണ്ട് പൾസർ സുനീൻ്റെ കുറേ AI വീഡിയോയും ഒരുമിച്ചുള്ള വീഡിയോസും സെൽഫീസും സ്റ്റാറ്റസും മാസ് BG8 ഒക്കെ നടക്കുന്ന ടീമുണ്ട്. ഈ ടീം എന്തായാലും അതിജീവിതേനെ എടുത്തു പോയിട്ട് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ചുള്ള സൈബർ പ്രചാരണത്തിൽ കർശന നടപടിയുമായി പോലീസ്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയുള്ള വീഡിയോയിൽ നടിയാക്രമിച്ച കേസിലെ 2ാം പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. IT നിയമപ്രകാരം തൃശൂർ സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ, വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇത് മാർട്ടിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. ഈ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള ഭാവനയുടെ ഡ്രൈവറായിട്ടുള്ള മാർട്ടിൻ്റെ വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. ഞാൻ ആദ്യം സത്യം പറയാം ഞാൻ ആദ്യം കരുതിയത് AI വീഡിയോയാണ്. കാരണം ഒരു തല ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആ തല ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. വേറൊരു മനുഷ്യൻ ഒരു വികാരനിർഭരമായി സംസാരിക്കുന്ന ഒരു സാധനവും കണ്ടില്ല. കാരണം ഇങ്ങനെ ഒരു കേസിലൊക്കെ വരുമ്പോൾ അതും ഫുള്ള് അതിജീവിതയ്ക്ക് അഗെയിൻസ്റ്റ് ആണ് പറഞ്ഞത്. അതിജീവിത മാനിപ്പുലേറ്റ് ചെയ്തൊരു സ്റ്റോറി എന്ന രീതിയിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ദേഷ്യം പിടിച്ചിട്ടോ കരഞ്ഞിട്ടോ ഇതിപ്പോൾ എന്തൊക്കെയോ കണ്ട് പേടിച്ച് ഇങ്ങനെ നിന്ന് ഇങ്ങനെ എന്നിട്ട് കണ്ണിളക്കിയിട്ടാണ് പലതും സംസാരിക്കുന്നത്. ഞാനിത് AI വീഡിയോ ആണ് കരുതിയത്. പിന്നെ ഞാൻ കരുതി പണ്ടത്തെ എങ്ങനെ വീഡിയോ, ഇപ്പോഴാണ് മനസ്സിലായത് അവനൊന്ന് ഇങ്ങനത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇറക്കിയതാണ്. എന്തൊക്കെയാണെങ്കിലും കൊള്ളാം. ഇനി ഇതിൻ്റെ പുറത്ത് ആരാന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ പങ്ക് ഇതിൽ എന്താണെന്നുള്ളതും കൂടെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവൻ കുറേ നമ്മളുടെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ, അതിജീവിതയ്ക്ക് അഗെയിൻസ്റ്റ് നിൽക്കുന്ന ആൾക്കാരല്ല ഈ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് അതിജീവിതനെ മാനസികമായിട്ട് നല്ല രീതിയിൽ ക്രൂശിച്ചിട്ടുണ്ട്. അതിന് അഗെയിൻസ്റ്റ് അതിജീവിത നമ്മുടെ പിണറായി സാറിനെ കണ്ട സമയത്ത് കേസ് കൊടുക്കുകയും പിണറായി സാർ ഡയറക്റ്റായിട്ട് പോലീസിനെ ഏൽപ്പിക്കുകയും വളരെ ഉടനായിട്ട് ഇതിനൊരു തീരുമാനം എടുത്തു. IT ആക്ട് പ്രകാരം ഈ വീഡിയോ ഇട്ടവരും പ്രൊമോട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ എഗെയിൻസ്റ്റ് നല്ല രീതിയിലുള്ള ഇത് വരും എന്നാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് ന്യൂസ്. ഞാനത് ആലോചിക്കുന്നു, ഇത്രയും പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന ആ പെൺകുട്ടീനെ നിങ്ങൾക്ക് എങ്ങനെ അധിക്ഷേപിക്കാൻ തോന്നുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ ഒരു തെറ്റും ഇല്ലാണ്ട് അയാൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയല്ലോ, നിങ്ങൾക്ക് അത് മതിയല്ലോ, നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ. ആളുടെ ഇമോഷനും ആളുടെ ഫ്രസ്ട്രേഷനും ആളുടെ സംശയങ്ങളും ആൾ പറയട്ടെ, ആൾ ചെയ്യട്ടെ. അതിന് എന്തിനാണ് ബാക്കിയുള്ളവർ ഇത്ര രോക്ഷാകുലയാവുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കോടതിയുടെ നിയമപ്രകാരം ആൾ തെറ്റ് ചെയ്തില്ല എന്ന് കരുതി ആളെ പുറത്ത് വിട്ട് ആൾ പോട്ടെ. ഇനി ആളുടെ കാര്യങ്ങളൊക്കെ ആ സൈഡിൽ കൂടെ നടക്കട്ടെ. അതിജീവിതയുടെ ഇമോഷന്റെ പുറത്ത് പലതും പറയുന്നതും ചെയ്യുന്നതും പിടിച്ചുകൊണ്ട് ചീത്ത പറയാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതക്കെതിരെ തുടർച്ചയായുള്ള അപവാദ പ്രചാരണത്തിൽ കർശന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. സൈബർ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം നേരിട്ട് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതിവേഗ നടപടി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തി പരാമർശങ്ങളടങ്ങുന്ന വീഡിയോ പ്രചരിപ്പിച്ച നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തു. ഇൻവെസ്റ്റിഗേഷൻ ഒരു സ്പെഷ്യൽ സംഘത്തെ നമ്മൾ നിയമിച്ചിട്ട് ഒരു ഇംപാർഷ്യലും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക്, വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ജാമ്യമില്ലാത്ത കേസ് തന്നെ എടുക്കേണ്ടത്. ഇനി ജാമ്യം കൊടുത്ത് പുറത്തു വിടരുത്. പുറത്തു വിട്ടാലാണ് ഇമാതിരി രീതിയിലുള്ള കളികളും കാര്യങ്ങളും ചെയ്യുന്നത്. എന്തിനാ പുറത്തു വിടുന്നത്? പുറത്ത് വിട്ടപാട് ഇപ്പം പരിപാടിയാണ് ചെയ്യുന്നത്. അടുത്ത് ഇനി എന്താ ചെയ്യുക, എന്ത് ചെയ്യില്ല നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ന് വീഡിയോ ചെയ്തു, ഇനി ദേഷ്യത്തിന് പുറത്ത് ആളെ വീണ്ടും അറ്റാക്ക് ചെയ്താലോ, വീണ്ടും മോശമായി പെരുമാറിയാലോ, ആളുടെ ജീവൻ എടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താലോ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കേസിനൊരു തീരുമാനമോ കൺക്ലൂഷനോ വരുന്നതിന് മുമ്പ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാർക്ക് ആർക്കാണ് അതെല്ലാം നോക്കിയിട്ട് അത് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ലീഗൽ നടപടികൾ എടുക്കാൻ പോവാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുവരെ 130 മേളിൽ ലിങ്ക്സ് ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. തൃശൂർ സൈബർ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വീഡിയോകളും അപവാദ പ്രചാരണങ്ങളും ഒഴിവാക്കാൻ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ യൂട്യൂബ് നടപടി വേഗമെടുത്ത് ഇതിന് വേഗം ഒരു തീരുമാനമാക്കണം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ഡിപ്പാർട്ട്മെന്റ് ഏതാ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഐ സേ സൈബർ സെൽ. കാരണം ഞാൻ തന്നെ എൻ്റെ പല ഫേക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ട് കേസും കാര്യങ്ങളും കൊടുത്തിട്ട് പോലും അതിനൊരു ടേക്ക് ഡൗണും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് കുറച്ചും കൂടെ സീരിയസ് ആയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഫോണുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ നേരിടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് എഗെയിൻസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ സംസാരിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവൂ. ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു സ്പേസ് അതിജീവിതനെ കുറ്റം പറയാനും അതുവഴി അതിജീവിതനെ കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റേ ഓപ്പോസിറ്റുള്ള വ്യക്തിനെ ഹൈപ്പാക്കാൻ നോക്കുന്നു. വേണ്ട, നിങ്ങൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ സത്യങ്ങൾ പറ, പുള്ളി ചെയ്യാത്ത കാര്യങ്ങൾ പറ, ഇതൊക്കെ എടുത്ത് വെച്ച് പറ. അതൊക്കെ ഒരു പോയിന്റാണ്. അല്ലാണ്ട് അതിജീവിതനെ അങ്ങോട്ട് ഇല്ലാത്ത കഥകൾ മെനഞ്ഞുകൊണ്ട് ഇയാളെ സേവ് ചെയ്യാൻ നിങ്ങൾ എന്തിനു ശ്രമിക്കുകയാണെന്ന് അറിയില്ല. ആൻഡ് ഈ വീഡിയോ എടുത്തു കൊടുത്തവനും എന്ത് പരിപാടിയിൽ കൂടിയാണ് സെറ്റപ്പ് നടത്തിയെന്നും എവിടുന്ന് ചാറ്റ് വന്നു എവിടുന്ന് ലീക്ക് വന്നു എന്നൊക്കെ ഫർദർ എന്തായാലും ഒരു ഈ ഫോണൊന്നും ആയിരിക്കില്ല, വേറെ പല വഴിയായിരിക്കും. ഒന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു എവിഡൻസ് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ അതിജീവിതേൻ്റെ അടുത്ത് മോശമായ വീഡിയോ ഇട്ടതിൻ്റെ ഭാഗമായി എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അതിൽ ഏറ്റവും കുറവല്ല ഏറ്റവും കൂടിയത് കൊടുക്കാനുള്ളൊരു മനസ്ഥിതി നമ്മുടെ മോൾ കോടതിക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കണ്ട. ബൈ.